ചിറയിൻകീഴ് പഞ്ചായത്ത് പെരുമാതുറ 11 വാർഡ് ഒറ്റപ്പന മൈതാനിപ്പള്ളി ബിൽഡിങ്ങിൽ സജിത് ഉമറിൻ്റെയും അനിൽ സാലിയുടെയും ശ്രമഫലമായുള്ള എക്സ്ട്രീം ഫിറ്റ്നസ് യൂണിസെക്സ് ഹെൽത്ത് ക്ലബിൻ്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 15, 2025 രാവിലെ 10 മണിക്ക് VK അനിൽകുമാർ കേരള ഹെൽത്ത് ക്ലബ് ഓർഗനൈസേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് നിർവഹിച്ചു. ജിംനേഷ്യത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരുപോലെ ഗുണം ചെയ്യും. പതിവായി വ്യായാമം ചെയ്യുന്നത് പേശികളുടെ ശക്തിക്കും ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കും. ശരീരഭാരം നിയന്ത്രിക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഇത് സഹായിക്കും. ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങൾ അതുമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ ഒരു കാലഘട്ടം കൂടിയാണ്. നമ്മുടെ ചിട്ടയില്ലാത്ത ഭക്ഷണക്രമവും വ്യായാമമില്ലായ്മയുള്ള ഈ അസുഖങ്ങളെല്ലാം കാണാനുള്ള നമുക്കറിയാം. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു പുതിയ തലമുറയെ അല്ലെങ്കിൽ ഒരു യുവത്വത്തെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിനകത്ത് വെച്ചുകൊണ്ടാണ് എക്സ്ട്രീം ഫിറ്റ്നസ് മാനേജ്മെന്റ് സംരംഭത്തിന് വേണ്ടി തുടക്കം കുറിക്കുന്നത്. നമ്മുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ യുവതി യുവാക്കളുള്ള ഒരു പ്രദേശമാണ്, ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള ഒരു പ്രദേശമാണ്. നമ്മുടെ ചെറുപ്പക്കാരുടെ ലക്ഷ്യത്തിന് ഇപ്പോൾ അവരുടെ ജീവിതം ചെയ്യുന്നതിന് വേറെ രീതിയിലോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. നല്ല യൗവനം ഏത് രീതിയിൽ ഉപയോഗിക്കാമെന്നുള്ള ചിന്താഗതിയില്ലാത്തൊരു സംഭവം എന്ന നിലയിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ തീരദേശമാണ്. മയക്കുമരുന്നിന്റെയും അതുപോലുള്ള മറ്റുള്ള ചിന്താഗതികളുടെയും ഒരു പ്രവർത്തനത്തിനും അവരെ മുന്നോട്ട് കൊണ്ടുവന്ന് അതന്റെ ജീവിതം തന്റെ ശരീരപരമായ ജീവിതം നന്നായി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഇതുമായി നമ്മൾ മുന്നോട്ട് വരികയാണ്. തീർച്ചയായിട്ടും ഈ സമൂഹത്തിന് വേണ്ടി ഒരുപാട് അഭ്യുന്ന കക്ഷികൾ ഇതുമായി ബന്ധപ്പെട്ട് സഹായിച്ചിട്ടുണ്ട്. എല്ലാവരും നമ്മൾ വിളിച്ച മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും നമ്മുടെ സദസ്സിലുണ്ട്. ഇനി കുറച്ചുപേര് പരാമർശം കാര്യങ്ങളുമായിട്ട് ഇതിനെ വരും. തീർച്ചയായിട്ടും നിൽക്കും. ഈ ഒരു സംരംഭത്തിന് ആശംസ പറയുന്നതിന് അവരുടെ സഹായം ചെയ്യുന്നത് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. സ്വാഗതം പറയുകയാണ്. ആദ്യമായി സ്വാഗതം പറയുന്നത് നമ്മുടെ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഓർഗനൈസേഷന്റെ കേരള ഓർഗനൈസേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ VK അനിൽകുമാർ സാറാണ്. അദ്ദേഹത്തിന്റെ എക്സ്ട്രീം ഫിറ്റ്നസിന്റെ പേര് നാമമായി സ്വാഗതം. അതുപോലെ അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീ R സുഭാഷാണ്. നമ്മുടെ ക്യാമ്പ് സ്വീകരിച്ച് എല്ലാ കാര്യത്തിലും ഉദ്ഘാടിച്ചുകൊണ്ട് ശ്രീ R സുഭാഷ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിനോട് നാമമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഓർഗനൈസേഷന്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ശ്രീ അനിൽ സാർ, അദ്ദേഹത്തെ നാമമായി സ്വാഗതം ചെയ്യുന്നു. ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ അനിൽകുമാർ, ശ്രീ ഷാരിസാണ്, അദ്ദേഹത്തെ യോഗത്തിനോട് നാമമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ അബ്ദുൾ വാഹിദ് വേദിയിൽ എത്തിയിട്ടുണ്ട്. ശ്രീ അബ്ദുൾ വാഹിദിനെ ആദ്യമായി ഈ യോഗത്തിനോട് സ്വാഗതം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ബിൽഡറായിട്ടുള്ള ശ്രീ അനിൽകുമാർ, അദ്ദേഹം നമ്മുടെ വേദിയിലുണ്ട്. അദ്ദേഹത്തെ നമ്മുടെ ജനപ്രതിനിധിയായിട്ടുള്ള ശ്രീ കെവിൻ, നമ്മുടെ കടന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. അദ്ദേഹത്തെ യോഗത്തിലൂടെ നന്നായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ശ്രീ സുനിൽ സലാം, അദ്ദേഹത്തെ നന്നായി സ്വാഗതം ചെയ്യുന്നു. വ്യാപാര വ്യവസായ സമിതിയുടെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ സുനിൽ, അദ്ദേഹത്തെ യോഗത്തിലൂടെ നന്നായി സ്വാഗതം ചെയ്യുന്നു.
ഒരു ജമാഅത്ത് കൂടിയാണ്. അതുപോലെ നമ്മുടെ കെട്ടിടം പ്രവർത്തിക്കുന്നത് മൈലാൻപള്ളി ജമാഅത്തിന്റെ വളരെ വകയിലുള്ള കെട്ടിടമാണ്. അതിന്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള നവഫൽ ബഷീർ കൂടെ ഉണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിനോട് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ശ്രീ ശിബിലി ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്ന മറ്റുള്ളവർ എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടി ഈ യോഗത്തിലോട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ബാബുജിയുടെ പേര് ബാബുജിയോട് അറിയുന്നത് ബാബുജി ശ്രീ ഉമർ സാറിന്റെ യോഗത്തിലോട്ട് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഉദ്ഘാടന പ്രഭാഷണം നിർവഹിക്കാനായി കേരള ഹെൽത്ത് വെൽത്ത് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ VK അനിൽകുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും ആരോഗ്യ സംരക്ഷണമാണ്. ഈ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് മുമ്പും എല്ലായിടത്തും നിലനിന്നിരുന്ന ഒരു കാര്യമാണെങ്കിലും ഇപ്പോൾ ഇപ്പോഴാണെങ്കിൽ പ്രചാരത്തിൽ വരാനൊരു കാരണമുണ്ട്. ലഹരി എന്ന് പറയുന്നത് ഒഴിവാക്കാൻ കഴിയാത്ത രീതിയിലേക്ക് യുവതലമുറ മാറുകയാണ്. ഗവൺമെന്റും മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ലഹരി മുക്ത കേരളം മാറ്റമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ പ്രദേശത്ത് ആരോഗ്യപരമായിട്ടുള്ള ഒരു ജനതയെ സാംസ്കാരികമായി മുന്നോട്ട് നയിക്കുന്ന ഒരു ജനതയെ, അങ്ങനെ ഒരു നല്ലൊരു യുവാക്കളെ വളർത്തുന്ന രീതിയിൽ ഫിറ്റ്നസ് സെന്ററുകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മുൻകാലങ്ങളിലെ ഉദ്ഘാടനമായിരുന്നു. നമുക്ക് പ്രദേശത്ത് ഒരു ഫിറ്റ്നസ് സെന്റർ വരികയാണെങ്കിൽ ഫിറ്റ്നസ് സെന്ററുകൾ എന്നായിരുന്നു മുൻകാലങ്ങളായിരുന്നു. അപ്പൊ മുൻകാലയിൽ പോകുന്നത് ഒരു ഗുണ്ടായിസം, ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്. ഇല്ലെങ്കിൽ അതിക്രമം ചെയ്യുന്നവരാണ് എഴുതുന്നത് കൊണ്ട് ആരോഗ്യ സംരക്ഷണ മേഖലയിലേക്ക് കടന്നു വരാൻ പലർക്കും മടിയായിരുന്നു. എന്നാൽ നമ്മുടെ പ്രദേശം വികസനം കൊണ്ട് ഏറെ മുന്നിലെത്തുമ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാനോ ഒന്ന് നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യം, നമുക്ക് കാൽനട യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. മുമ്പൊക്കെ നമ്മൾ കിലോമീറ്ററുകളോളം നടക്കുമായിരുന്നു. ഇന്ന് ടെക്നോളജി വരുന്നത് AI ആണ് ഡിസിഷൻ എടുക്കുന്നത്. ഓരോ കാര്യം AI ടെക്നോളജിയിലേക്ക് മാറി. അപ്പോ സാംസ്കാരിക ബന്ധങ്ങൾ മാറി, തൊട്ടടുത്ത വീട്ടിലുള്ള ആൾക്കാരെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലേക്ക് മാറി. ഇപ്പൊ റെസിഡൻസ് അസോസിയേഷനുകളൊക്കെ രൂപീകൃതമായി മുന്നോട്ട് പോകുമ്പോൾ കുടുംബ ബന്ധങ്ങളുണ്ട് എങ്കിലും അത് ഒരു വീടിന്റെ നമ്പർ കൂടി തിരിച്ചറിയുന്നതിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ഫിറ്റ്നസ് സെന്ററിൽ കൂടി ഒരു പഴയ ഒരു സങ്കല്പം 70 വർഷങ്ങൾക്ക് മുമ്പ് കൂട്ടുകുടുംബ സമ്പ്രദായമായിരുന്നു. അന്ന് നമുക്ക് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ മാതാപിതാക്കളോടൊപ്പം മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ന്യൂക്ലിയർ കുടുംബങ്ങളായി പലരും ഇന്ന് വിദേശത്തേക്ക് പോവുകയാണ്. അതിനൊരു മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്കാരം വർദ്ധിക്കണം. കുട്ടികൾ ഉന്നതിയിലേക്ക് എത്തുമ്പോൾ നമ്മളെപ്പോഴും വാട്സാപ്പും കമ്പ്യൂട്ടറും എന്നുള്ള രീതിയിലേക്ക് മാറാതെ 1 മണിക്കൂറെങ്കിലും കുട്ടികളെ ഈ ഒരു സംസ്കാരത്തിലേക്ക് കൊണ്ടുവരിക ഏറ്റവും കൂടുതൽ പ്രത്യേകതയിൽ തോന്നിയത് ജനപ്രതിനിധികളെ വലിയ സപ്പോർട്ടാണ്. അത് ഈ ക്ലബിന് നേതൃത്വം നൽകുന്ന ശ്രീ സജിത്തിനും അതുപോലെ ശ്രീ അനിലിനും അത് വളരെ പ്രയോജനകരമാണ്. കാരണം ഇന്ന് ഓപ്പൺ ക്ലബുകൾ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഈ ഫിറ്റ്നസ് സെന്ററുകൾ നടത്തുന്നവർക്ക് പഞ്ചായത്തിൽ നിന്ന് വേണ്ടുന്ന സഹായം നൽകിക്കൊണ്ട് അവർക്ക് എങ്ങനെയൊക്കെ ഈ ജീവിതശൈലി രോഗങ്ങൾ നിന്ന് മുക്തി നേടുന്നതിന് ഇപ്പൊ ഇങ്ങോട്ട് പങ്കെടുത്തിരിക്കുന്നത് കൂടുതലും അമ്മമാരും സഹോദരിമാരും. അതെന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരിലൂടെ മാത്രമേ കുട്ടികൾക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയൂ. നമ്മൾ വീട്ടിൽ ചെലവഴിക്കുന്ന സമയം
പൂർണ്ണമായും ഇലക്ട്രോണിക് മീഡിയകളിലൂടെ ഇത് കാണാൻ ശ്രമിക്കുക, റീൽസ് ഇടുക, അതെല്ലാം വേണ്ട എന്നുള്ള അഭിപ്രായത്തിനോട് ഞാൻ യോജിക്കുന്നത്. പക്ഷേ 1 മണിക്കൂറെങ്കിലും നമ്മുടെ ക്ലബിലേക്ക് വരാൻ നമ്മുടെ സെന്റൻസ് കാണിക്കണം. അപ്പൊ അച്ഛനും അമ്മയുമാണ് നമുക്ക് മാതൃകയാവേണ്ടത്. ലഹരി എന്ന് പറയുന്നത് ഒരു ആരോഗ്യമാകട്ടെ, നമ്മുടെ ലഹരി എന്ന് കുട്ടികളിലേക്ക് എത്തിക്കുവാൻ ഈ എക്സ്ട്രീം ഫിറ്റ്നസ് സെന്ററിലൂടെ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു. അതുകൊണ്ട് നമുക്ക് ഇതിലൂടെ ഒരുപാട് കായിക താരങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ എക്സ്ട്രീം ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡായി മാറുകയാണ്. നമ്മുടെ ചാമ്പ്യൻഷിപ്പുകളൊക്കെ നടക്കുമ്പോൾ ഇവിടെ നിന്നുള്ള നിരവധി കായിക താരങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയട്ടെ. കാരണം കുട്ടികൾക്ക് മുതൽ മത്സരങ്ങളുണ്ട്. കുട്ടികളൊക്കെ വേദികളിൽ വന്ന് ആ ഒരു കായിക സംസ്കാരത്തിലേക്ക് മാറുകയാണ്. അതിലാണ് ശ്രീ മിസ്റ്റർ അരുണിനെ പോലുള്ള പ്രഗത്ഭരായ ബോഡി ബിൽഡേഴ്സ്, മിസ്റ്റർ അഖിലേഷൊക്കെ നിരവധി തവണ ഡിസ്ട്രിക്ട് കേരള പട്ടം നേടിയിട്ടുള്ള വ്യക്തിത്വമാണ്. അവരൊക്കെ മാതൃകയാണ് നമുക്ക്. ഇന്നത്തെ ആൾ ഇന്ത്യ ബോഡി ബിൽഡിംഗിൽ യൂണിവേഴ്സിറ്റി ചാമ്പ്യനാണ്. അരുണ് ഇന്ന് RPFില് മിസ് ഇന്ത്യയാണ്. അപ്പൊ അവരെയൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികൾ അവരാണ് റോൾ മോഡൽ ആക്കേണ്ടത്. നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ കേരളത്തിലുള്ള പ്രഗത്ഭരാണ്. ഞാൻ അതിലൊരു സാഹിത്യത്തിനെയും അംഗീകരിക്കുന്ന ഒരു കാര്യം, പല ഫിറ്റ്നസ് സെന്ററുകളുടെയും ഇനാഗുറേഷന് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് എക്സ്പെൻസ് അതിന് ചെലവാക്കുന്നുണ്ട്. ഇടയില് ഫിലിംസ്റ്റാറുകളെ കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് ഈ ഫിറ്റ്നസിനെ കുറിച്ചോ ഈ മേഖലയെ കുറിച്ചോ ഒന്നും അറിയില്ല. 10 ലക്ഷം 15 ലക്ഷം രൂപ നൽകിക്കൊണ്ട് സെലിബ്രിറ്റികളായി കൊണ്ടുവരുന്നു. നമുക്ക് മാത്രമേതുപോലുള്ള ഫിറ്റ്നസ് രംഗത്തുള്ള പ്രമുഖരാണ്. നമ്മുടെ സംഘടനകളിൽ ഡോക്ടേഴ്സും അതുപോലെ പ്രഗത്ഭരെല്ലാം പോലീസ് ഓഫീസർ ആയിരുന്നു. ഡോക്ടർ അജിത്ത് ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അത് മാറ്റിവെച്ചുകൊണ്ട് പുതിയ തലമുറയ്ക്ക് വേണ്ടി മാതൃകയാകുവാൻ അദ്ദേഹം ഈ ഒരു ക്ലബിന്റെ ഇനാഗുറേഷൻ വന്നിരിക്കുകയാണ്. രാവിലെ അദ്ദേഹത്തിന്റെ പ്രാക്ടീസ് പോലും മാറ്റിവെച്ച് ഈ മേഖലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. തീർച്ചയായും ഇന്നിവിടെ പങ്കെടുത്തത് അത് മിസ്റ്റർ അജിത്തോ മിസ്റ്റർ അനിലോ അല്ല പറയേണ്ടത്, നിങ്ങൾ തന്നെ മറ്റുള്ള കുടുംബങ്ങളിലേക്ക് എത്തിക്കണം. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം, കുട്ടികളെ ഈ സോഷ്യൽ മീഡിയയിലേക്ക് ആകാം, പക്ഷേ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്യാനും ബ്ലഡിന്റെ റിസൾട്ട് കാത്ത 1 മണിക്കൂർ ഇരിക്കുമ്പോൾ ആ ഒരു 1 മണിക്കൂർ നമ്മുടെ ക്ലബിൽ ചെലവഴിച്ചാൽ നിങ്ങളുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് മാറ്റം വരുത്താം. നല്ല ഡയറ്റ് പ്ലാനുകളിലൂടെ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താം. ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാകണമെങ്കിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മളൊക്കെ പറയും ഹെൽത്തി പറയാം, പക്ഷേ നമുക്ക് നല്ലൊരു മനസ്സ് വേണം. രാവിലെ എണീക്കാനുള്ള ഒരു മനസ്സ് വേണം. ഇല്ലാതെ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നതിന് പകരം TPയുടെ ടാബ്ലറ്റ് കഴിഞ്ഞ് 1 സെക്കൻഡ് നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചാൽ പെട്ടെന്ന് അത് നമുക്ക് ആ BP കൺട്രോൾ ചെയ്യാം. അതിന് നല്ലത് മരുന്നുകളിൽ നിന്ന് മാറ്റി നിർത്തി മരുന്നുകളിൽ നിന്ന് മുക്തി നേടുന്ന ഇതുപോലുള്ള ഡോക്ടേഴ്സ്, ആരോഗ്യ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സാണ് ഫിറ്റ്നസ് സെന്ററിലെ ട്രെയിനേഴ്സ്, ഓണേഴ്സ്. അതിന് ശ്രീ സജിത്തിനെയും ശ്രീ അനിലിനെയും നിങ്ങൾ എല്ലാവരും സാധ്യമായെന്ന് കൈയടിച്ച് അവർക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. നമ്മുടെ പ്രദേശത്ത് മാതൃകയാവുന്ന രീതിയിൽ ഇപ്പോ നഗരപ്രദേശങ്ങളിൽ നിന്നെല്ലാം മാറി ഈ ഗ്രാമപ്രദേശത്ത് ഇങ്ങനെ ഗംഭീരമായ ഒരു ക്ലബ് തുടങ്ങാൻ കഴിയുമെങ്കിൽ അതിന് വിജയിപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് എന്ന് ഉത്തമ ബോധ്യമുണ്ടാവണം. അതുപോലെ മിസ്റ്റർ ഷാ, നമ്മുടെ എല്ലാ പ്രിയങ്കരായ മിസ്റ്റർ സിബിലി, വേദിയിൽ വന്നിരിക്കാതെ മാറി നിൽക്കുന്ന സ്റ്റേജിന് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു അപൂർവ വ്യക്തിത്വമാണ് മിസ്റ്റർ സിബിലി. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ജനപ്രതിനിധിക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. ഇത് എല്ലാ വർഷവും ഇത് ഒരു നമ്മളിപ്പോ ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മളെല്ലാം ആഘോഷിക്കുന്നു. നമുക്കിപ്പോ ബക്രീദ് ആയാലും ഓണമായാലും ക്രിസ്മസ് ആയാലും എല്ലാം നമ്മൾ ഒത്തുകൂടും. നമ്മളൊരു മസിൽ ബിൽഡിംഗ് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഫിറ്റ്നസിനോടൊപ്പം നല്ല മനസ്സിലൂടെ ആ ഉടമകളാകുന്ന കുടുംബങ്ങളായി മാറട്ടെ ആക്റ്റീവ് ഫിറ്റ്നസിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലബിലെ എല്ലാ ആശംസകളും നൽകുന്നത് ഉദ്ഘാടനം ചെയ്ത് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടന്നിട്ടുണ്ട്. താങ്ക് യു. ജിമ്മിന്റെ ആദ്യത്തെ അഡ്മിഷൻ എടുക്കുവാനായി റമീസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. റമീസിന് അഡ്മിഷൻ നൽകാനായിട്ട് ഉമ്മർ സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
അർപ്പിക്കുവാനായി ജില്ലാ പഞ്ചായത്ത് അംഗം ആർ സുഭാഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും പെരുമാറുന്ന പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ബിസിനസ് സെന്റർ നല്ല നിലയിൽ പ്രവർത്തിക്കുവാൻ ഇടവരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമുക്കറിയാം ഇവിടെ കാര്യങ്ങളൊക്കെ ഉദ്ഘാടനം ചൂണ്ടിക്കാണിക്കുക. ഇന്ന് നമ്മുടെ പുതിയ തലമുറ വലിയ തോതിൽ വഴിതെറ്റി പോകുന്നത് പല കാലത്തും വഴിതെറ്റുക എന്ന് പറയുമ്പോൾ അതിനൊരു വൃത്തമുണ്ട്. നമുക്ക് അറിയാം എത്രത്തോളം ആളുകളുണ്ട്, അവരൊക്കെ തിരിച്ചുകൊണ്ടുവരാം. പക്ഷെ ഇന്ന് മയക്കുമരുന്ന് പ്രത്യേകിച്ചും രാസലഹരി പോലെയുള്ള ലഹരികളിലേക്ക് രൂപക്കാർ പെട്ടുപോയാൽ ഒരിക്കലും നമുക്ക് കുടുംബത്തിനും അവരെ കിട്ടില്ല, അവരുടെ ജീവിതവും നഷ്ടപ്പെടും, സമൂഹത്തിന് ഏറ്റവും വലിയ ഒരു ആപത്തായിരിക്കും. അപ്പോൾ കായിക രംഗത്ത് ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുത്തുകൊണ്ട് കായിക രംഗത്ത് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു ശരീരത്തിൽ മാത്രമേ നല്ലൊരു മനസ്സുണ്ടാകൂ എന്നാണ് പ്രമാണം. തീർച്ചയായിട്ടും നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം, ആ ആരോഗ്യമുള്ള ശരീരത്തിൽ വളരെ സന്തോഷമുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും നമ്മുടെ മക്കൾക്ക് വേറെ ഒന്നും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടത്. ഒരു ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സുമുള്ള നല്ല സംസ്കാര സമ്പന്നനായ ഒരു മനുഷ്യസ്നേഹിയായിട്ട് നമ്മുടെ മക്കളെ നമുക്ക് നടത്തിയെടുത്താൽ അത് നമുക്കും ഗുണം ചെയ്യും, അത് സമൂഹത്തിന് തീർച്ചയായിട്ടും അത്തരത്തിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു സാമൂഹ്യ വിപത്തിനെതിരായിട്ടുള്ള ഒരു കർമ്മനിരതമായ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഈ ഫിറ്റ്നസ് സെന്റർ. ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എല്ലാം തന്നെ ഫിറ്റ്നസ് സെന്ററുകൾക്ക് ഇപ്പോൾ നടത്തുന്നുണ്ട്. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത്, ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിൽ തന്നെ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിപുലമായ ഫിറ്റ്നസ് സെന്റർ ഈ അടുത്തിടെ ആരംഭിക്കുകയുണ്ടായി ആൽത്തറ കേന്ദ്രീകരിച്ച്. അതുപോലെ ജില്ലാ പഞ്ചായത്ത് ഈ മാസം 73 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ എല്ലാ ഈ 73 ഹയർ സെക്കൻഡറി സ്കൂളുകളിലും നമ്മൾ ഓപ്പൺ ജിമ്മുകൾ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ച പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ പൊതുവിൽ ഒരു നല്ല കായിക സംസ്കാരം നമ്മുടെ പുതിയ തലമുറയിലേക്ക് കടന്നു വരുന്നു. അവർക്ക് ശാസ്ത്രീയമായ പരിശീലനവും ശാസ്ത്രീയമായ അറിവുകളും ഒക്കെ നൽകുന്നതിന് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പ്രത്യേകിച്ചും നമ്മുടെ പെരുമാറുന്ന പോലെയുള്ള പ്രദേശത്ത് നമ്മുടെ ചെറുപ്പക്കാരികൾക്ക് ഒക്കെ യഥേഷ്ടം വന്നു പോകാനും 1 മണിക്കൂറെങ്കിലും ഈ പരിശീലനത്തിൽ പങ്കെടുക്കാനും ദിവസവും എക്സസൈസും ചെയ്യുവാനും ഒക്കെയുള്ള അവസരം ലഭിക്കുന്ന എന്ന ഈ ഫിറ്റ്നസ് സെന്ററിന് ഇതിനെല്ലാ വിജയ ആശംസകൾ നടത്തുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അബ്ദുൽ വാഹിദിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ നാട്ടിലെ യുവാക്കൾ മുൻകൈയെടുത്താണ് ഈ ഒരു സന്ദർഭത്തിൽ തുടക്കം കുറിച്ചത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇതിന് വലിയ വിജയം ആകട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ കഴിയുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ അതുപോലെ തന്നെ മറ്റ് അല്ലാത്ത രീതിയിൽ നാട്ടുകളിൽ നിന്നൊക്കെ ഏതെല്ലാം രീതിയിലുള്ള സഹായങ്ങൾ ആവശ്യമാണ്. അപ്പോൾ അത് ഞാൻ അതിനനുസരിച്ച് ഇതിനോടൊപ്പം സഹകരിക്കാൻ തയ്യാറാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സന്ദർഭത്തിന് എല്ലാവിധ ആശംസകളും നൽകുന്നു. അടുത്തതായി ആശംസ അർപ്പിക്കുവാനായി കേരള ഹെൽത്ത് ക്ലബ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ്
ശ്രീ ഷാജിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിനമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പൂത്തറയിൽ ഒരു ഉദ്ഘാടന വേദിയിലാണ് നമ്മുടെ ബഹുമാനായ സിവിൽ ഉദ്ഘാടനം ചെയ്യണം, ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വരികയാണ്. അതിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്തി ഉദ്ഘാടനം ചെയ്യണമെന്നത് ഞങ്ങളോട് പറഞ്ഞു. ഇന്നുള്ളത് കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടെ കാര്യം വളരെ വയസ്സായ ആൾക്കാണ് അവരെ ഈ വേദി ഉണ്ടെന്നുള്ളതാണ്, ഈ സദസ്സിലുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ നമ്മുടെ പണ്ട് കാലത്തൊക്കെ ഇന്നത്തെ ബോർഡിൽ പോലും സ്ത്രീകൾ നോക്കാറുണ്ട്. ആ ബോർഡിംഗ് വില്ലേജിന്റെ പടമൊക്കെ കാണുമ്പോൾ ഒരു ഭയത്തോടുകൂടി നോക്കുകയും അങ്ങോട്ട് ആ റോഡെ പോകുമ്പോൾ അവർ തിരിഞ്ഞു പോലും നോക്കില്ല, അപ്പുറത്തോട്ട് നോക്കാൻ അതുകൊണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ വ്യത്യസ്തമായിട്ട് അധ്യക്ഷമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ ചോദ്യങ്ങളാണ് നമ്മുടെ വേദിയിരിക്കുന്നത്. വളരെ സന്തോഷമുള്ള ഒരു കാര്യം. ഇത്രയും ഒരു ജനപ്രതിനിധികൾ പങ്കെടുത്തിട്ടുള്ള ഉദ്ഘാടന വേദി ഞാൻ കണ്ടിട്ടില്ല. ഇന്നൊരു ഉദ്ഘാടന വേദി ഇത്രയും ജനപ്രതിനിധികൾ ഇത്രയും ആകാംക്ഷയോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി നമ്മുടെ സാന്നിധ്യത്തിലും നമ്മുടെ അന്യങ്ങളൊക്കെ ഒത്താശ ചെയ്തുകൊണ്ട് വേദി ഇരിക്കാന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമാണ്. വളരെ വയസ്സായ ഒരു അമ്മ പങ്കെടുക്കുന്നു, വളരെ സന്തോഷം. ഇത്രയും ആകാംക്ഷയോടുകൂടി ഒരു ജില്ലയുടെ ഉദ്ഘാടനത്തിന് ഇത്രയും സ്ത്രീകളും ഇത്രയും ജനപ്രതിനിധികളും പങ്കെടുത്ത ഒരു വേദിയും സദസ്സും ഞാൻ ഇതുവരെ കഴിഞ്ഞില്ല. വളരെ സന്തോഷം. ഇദ്ദേഹത്തിന്റെ ഈ ഒരു സംരംഭത്തിന് എല്ലാ ആശംസകളും തന്നുകൊണ്ട് താങ്ക് യു സർ. അടുത്തതായി ആശംസ അർപ്പിക്കുവാനായി കേരള ഹെൽത്ത് ക്ലബ് ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി ശ്രീ ഡോക്ടർ ES അസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എനിക്ക് ഒന്നിട്ട് കാര്യങ്ങൾ പറയാനുള്ളതാണ്. നമ്മുടെ ഈ രണ്ട് ചെറുപ്പക്കാർ സജിത്തും അനിലും അവരുടെ ഒരു വിഷൻ ഇന്ന് ഇവിടെ ഇംപ്ലിമെന്റ് ആവണം, ഇവിടെ പ്രാവർത്തികമാകണം. കാരണം ആരോഗ്യകരമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഈ ദേശത്തിന്റെ സ്വഭാവ ശുദ്ധിയെ ഒന്നും കൂടെ മാറ്റിമറിക്കുവാൻ അവർ എത്തിക്കാൻ കഴിയുന്ന അവരുടെ ഒരു സ്നേഹ സന്ദേശ ബുദ്ധിയെ ഞാൻ വളരെയധികം ആകാംക്ഷയോടെ ആഗ്രഹത്തോടെ നോക്കുകയാണ്. കാരണം അവർക്കിത് കഴിയും എന്നുള്ള കാര്യം തന്നെയാണ് ഇത്. നമ്മൾ പറയാം വെൽത്ത് ഈസ് ദ ഹെൽത്ത്, അതുപോലെ തന്നെ ഹെൽത്ത് ഈസ് ദ വെൽത്ത്. അത് വളരെ ഇമ്പോർട്ടൻറ്റ്. പണ്ട് നമ്മുടെ ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യ തന്നെ സർവ്വജനാ പ്രധാനമെന്ന് പറയുന്നത്. അതെ, വിദ്യയുടെ തന്നെ നമ്മുടെ ഡോക്ടർ, എഞ്ചിനീയർ അതുപോലുള്ള പല ആൾക്കാരെ കാത്തിരിക്കുകയുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, അവരുടെ ലൈഫ് സ്പാൻ, അവരുടെ ജീവിതശൈലി അവർ മാത്രമല്ല പല ആൾക്കാരും വളരെ പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു പോകുന്നതായി കാണാം. എന്തുകൊണ്ടാണ്? അപ്പൊ ആ കാലഘട്ടം മാറി. ഇപ്പോ ആരോഗ്യ സംരക്ഷണം, ഈ മെന്റൽ ഹെൽത്തിനോടൊപ്പം തന്നെ ആരോഗ്യ സംരക്ഷണം അതാണ് സർവ്വജനാ പ്രധാനമായി മുന്നോട്ട് വരുന്നത്. ആ ആശയത്തെ ബേസിക് വെച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ കാണേണ്ടത്. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇവിടെ എല്ലാവരും പറഞ്ഞു ആരോഗ്യമായ സമീപനത്തിൽ എന്തൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്. നമുക്കറിയാം, നമുക്കെല്ലാം 50 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന അസുഖങ്ങളാണ് കൊളസ്ട്രോള്, BP, പിന്നെ അതുപോലെ തന്നെ ഈ ഹൈപ്പർലിപ്പിഡീമിയ, ഹാർട്ട് അറ്റാക്ക്, ഇങ്ങനെയുള്ള പല അസുഖങ്ങളോട് ലേഡിയിൽ പോകുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ മരുന്നുകൊണ്ട് മാത്രം തീർക്കാൻ കഴിയുമോ? അതിന് പ്രിവെൻറ്റീവ് മെത്തേഡ്, മരുന്നിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ചില ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാന ഘടകമാണ് ശരീരത്തെ ഇമ്മ്യൂണിറ്റിയെ ദ്രവിപ്പിച്ച് കളയുന്ന ആ രീതിയിലുള്ള പ്രക്രിയ. അതാണ് എക്സസൈസ്. അതാണ് ഈ കുടക്കീഴിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ധനമെന്ന്. തീർച്ചയായും ഈ ഒരു വിഷയത്തെ, ഈ ഒരു പ്രവർത്തനത്തെ നിങ്ങൾ എല്ലാവരും കാണുന്നത് പോലെ തന്നെ വളരെ സൗമ്യവും സൗഹാർദ്ദപരവുമായി തന്നെ സമീപിക്കണം. ഈ ദേശത്തെ ശുദ്ധീകരിക്കാനുള്ള നല്ല സംരംഭമായതിന് എല്ലാവിധ ഭാവങ്ങളും കരുതുന്നുണ്ട്. ഞാൻ നിർത്തുന്നു. താങ്ക് യു സർ. അടുത്തതായി ആശംസ അർപ്പിക്കുവാനായി നജീബ് തോപ്പിൽ മത്സ്യത്തൊഴിലാളി നേതാവ് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിൽ സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ, നമ്മുടെ ഈ സംരംഭം ഞാൻ ഏറ്റവും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ന് സംരംഭമാണ്. കാരണം സൈന്യത്തും
തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ടായിരുന്നു. നമ്മുടെ നാടിന് പൊതുവിലെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശം പറയാനില്ല. ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതം തന്നെ വാഴ തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലൂടെ കുറെ മാറ്റം വരണം. ജീവിതം തന്നെ ലഹരി ആയി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഇതിലേക്ക് ഈ സംരംഭത്തെ എല്ലാവിധ ആശംസകളും നടത്തിക്കൊള്ളുന്നതിന്റെ വാർത്തകൾ കൊടുക്കുന്നു. അടുത്തതായി ആശംസ അർപ്പിക്കുവാനായി ബോഡി ബിൽഡറായ ശ്രീ അരുൺകുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രജിസ്ട്രേഷൻ നമുക്ക് പറഞ്ഞു വയ്ക്കാൻ പറ്റാത്ത അത്രത്തോളം ഡേറ്റാസാണ് ഡെയിലി നമ്മൾ പിടിച്ചെടുക്കുന്നത്. സോ അതിന് മനസ്സിലാക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു യങ്ങേഴ്സ് പുതിയ തലമുറകൾ മിസ് ലഹരിയുടെ പുറകിലാണ് കൊടുക്കുന്നതിന് ചോദിക്കുകയാണ്. അവിടെ ഇതുപോലെ ഫിറ്റ്നസ് പുതിയ യുവത്വത്തിന് ആ ഒരു രീതിയിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സ്പ്രിംഗ് ടീം ക്രിസ്ത്യൻ ഫിറ്റ്നസ് ഈ ഒരു അവസരത്തിൽ എൻ്റെ ഒരു ലൈഫിൽ ഈ ഒരു വേദിയിൽ വന്ന് നിൽക്കാൻ എനിക്കൊരു അവസരം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയെക്കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഒരു സ്പോർട്സ് ലൈഫ് എന്ന് പറയുന്നത് ഞാൻ തേർഡ് സ്റ്റാൻഡേർഡിൽ ഞാനൊരു ജിംനാസ്റ്റിക്സ് നാഷണൽ പ്ലെയറായിരുന്നു. അവിടെ നിന്ന് ഞാൻ സ്പോർട്സ് കോട്ടയെല്ലാം അപ്പോയിൻമെന്റ് ആവുന്നു. ഞാൻ സർവീസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പ്രത്യേക കാരണങ്ങളാൽ എന്നെ ജിംനാസ്റ്റിക്സ് നിർത്തേണ്ടി വന്നു. അവിടെ നിന്ന് ബോഡി ബിൽഡിംഗ് എന്നൊരു ലോജിക്ക് അതിൽ ബോഡി ബിൽഡിങ്ങിലൂടെ എനിക്ക് ചൂട് എടുത്തു വയ്ക്കേണ്ടത് എന്നോട് തന്ന ഒരു ടെക്നിക്കുണ്ട്. ട്രെയിനറായ അഭിലേഷനാണ്. ഇന്ന് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള ഒരു മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത് അഭിലേഷൻ തന്നെയാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു എക്സ്പീരിയൻസ് നല്ലൊരു വിജയത്തോട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ദൈവങ്ങളും ഉണ്ടാവട്ടെ. ധാരാളം ചെറുപ്പക്കാർക്ക് പ്രചോദനമായ ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. നന്ദി സാർ. അടുത്തതായി ആശംസ അർപ്പിക്കുവാനായി അനിൽകുമാർ സാറിന്റെ കോച്ചായ അഖിലേഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഈ നിമിഷം. അപ്പോ നേരത്തെ നമ്മുടെ അവസാനത്തെ അനിസാർ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ സമൂഹത്തിലെ മദ്യത്തിനും നയക്കുവരത്തിനും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോ നമ്മൾ നിശ്ചയിച്ച് എടുക്കേണ്ട ഒരു കാര്യം, ഇന്ന് റെസ്റ്റോറന്റുകൾ, ഹോസ്പിറ്റലുകൾ എണ്ണവും കൂടി വരിക. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം. നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, നമുക്ക് ഒരുപാട് പൈസ ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സൗകര്യമുണ്ട്, ഒരുപാട് അധികാരമുണ്ടെന്ന് നമുക്ക് കാര്യം ആരോഗ്യത്തിലേക്ക് ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിൽ 1 അവർ നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യാന്നുള്ളത് നമ്മൾ വിവരിച്ചു.
കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല ആവശ്യത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു? നമ്മൾ ജോലി ചെയ്യുന്നില്ല. പലരും പല കാര്യം പറയുന്നത് എനിക്ക് ജീവിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി. ഇതെല്ലാം അവസാനം നമ്മൾ എവിടെ കൊണ്ടുപോകും? നമ്മുടെ ആരോഗ്യം തിരിച്ചു പിടിക്കാനായിട്ട് നമ്മൾ ഹോസ്പിറ്റലാണ് കൊണ്ടുപോകുന്നത്. അപ്പോ അതുകൊണ്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. നമ്മുടെ ഒരു ദിവസത്തിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ റിസൾട്ട് ഫോക്കസ് ചെയ്ത് കിട്ടുന്നത് മോർണിംഗ് എക്സസൈസ് ചെയ്യുന്നതിലൂടെ. പിന്നെ പലരുടെയും ജോലി സാഹചര്യം മൂലം ഈവനിങ് ചെയ്യുന്നവരുണ്ടാവും. അതിലൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യം എപ്പോഴും നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ട് എന്തും ജിമ്മാണെങ്കിൽ ജിമ്മ്, യോഗ, മെഡിറ്റേഷൻ എന്തും ആവാം. പക്ഷെ നിങ്ങൾ ഒരിക്കലും ലേഡീസ് ആയാലും ജെന്റ്സ് ആയാലും ഒരുപോലെ നിങ്ങളൊരു ദിവസം നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊരു 1 hour സ്റ്റഡി ചെയ്യും. അപ്പോ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എക്സ്പീരിയൻസിന്റെ ഉദ്ഘാടന യോഗത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചത് വളരെ സന്തോഷം. താങ്ക് യു. നമ്മുടെ സെഷൻ ഒരു 10 കൂടി അവസാനിപ്പിക്കാം. അതിനു മുമ്പ് സന്തോഷകരമായിട്ടുള്ള വേറൊരു കാര്യം കൂടി അനൗൺസ് ചെയ്യാറുണ്ട്. നമ്മള് ഇപ്പൊ നമ്മുടെ ബോർഡിൽ സംസാരിച്ചതുപോലെ നമ്മുടെ ഫിറ്റ്നസ് പറയുമ്പോഴത്തേക്കും ജിം മാത്രമല്ല, സൂമ്പ ആയിരുന്നാലും യോഗ ആയിരുന്നാലും മെഡിറ്റേഷൻ ആയിരുന്നാലും മാർഷൽ ആർട്സ് ആയിരുന്നാലും എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് കണക്കുകളാണ്. നമ്മൾ നെക്സ്റ്റ് വീക്ക് ഒരു സൂമ്പ ക്ലാസ് കൂടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. അതിന്റെ കാര്യങ്ങളെല്ലാം വർക്കിലാണ്. നെക്സ്റ്റ് വീക്ക് ആരെങ്കിലും ഉണ്ടാവും. അതുകൂടെ അറിയിക്കുകയാണ് ഈ ദിവസം. ഡേറ്റ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ അറിയിക്കുന്നു. അതുകൂടെ ഇവിടെ അനൗൺസ് ചെയ്യാം. അപ്പോൾ അതിന്റെ രൂപീകരിക്കുന്ന പേരെന്ന് വീക്സ് എന്നാണ്. നമ്മുടെ സെന്ററിന്റെ പേര് വീക്സ് എന്നാണ്. അതിന്റെ ടീച്ചർ കൂടെ ഉണ്ട്. ശൈലയാണ്. ശൈലയായിട്ട് ക്ലാസ്സിൽ പരിഹരിക്കുന്നു. അടുത്തതായി പെട്രൈ മിഷൻ ഓപ്പറേറ്റ് ചെയ്യുവാനായി ചീഫ് ഗസ്റ്റ് അനിൽകുമാർ സാറിനെ വേദിയിൽ ക്ഷണിക്കുന്നു. Thank you.